ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് ഇന്നും ബീച്ചില്ല. ഞങ്ങൾക്കിന്ന് ബീച്ചില്ല. എന്തുകൊണ്ട് ബീച്ച് ചെയ്യണം? ഉച്ചവരെ ബീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ബീച്ചില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ബൈ. അപ്പം പിന്നെ കാണാം. ഹലോ ഗായ്സ്, ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ടോ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ഞാനുണ്ട്, ജോസ് ഉണ്ട്, അഞ്ജന മേലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ചാക്ക് ഒരു അടിപൊളി വ്യൂവിലേക്കാണ് ഗൈസ് ഞങ്ങളെ മിസ്സന്മാര് കൊണ്ടുവന്നത്. നിങ്ങൾ നോക്ക്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, അടിപൊളി പ്ലീസ്. അയ്യോ, ഞങ്ങളെ പി ടി പീരീഡ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് പി ടി പീരീഡ് ഗൈസ്. ഇന്ന് വരണ്ടെന്ന് പറഞ്ഞ് കിടന്നുറങ്ങി എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചോണ്ട് വന്നതാ ഈ ജോസാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ജോസാണ്. ജോസിനോട് അതിയായ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇത്രയും നല്ലൊരു വ്യൂ കാണാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ജോസിന് എൻ്റെ എല്ലാവിധ നന്ദികളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഗൈസ്. ഞങ്ങൾ ചുമ്മാ ബീച്ചിലെന്ന് പറഞ്ഞു, പക്ഷേ വേറെ എവിടെയോ ബസ് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല ഗൈസ്. ജോസ് ഉണ്ട്, ജോസ് നോക്ക്, ജോസ് ഉണ്ട്. അഞ്ജന അവിടെ എവിടെയോ ഇരിപ്പുണ്ട്. അഞ്ജനെ കാണാനില്ല ഗൈസ്, അഞ്ജനെ കാണാനില്ല. നമ്മളെല്ലാവരും ബസ്സിൽ അവിടെ പോവുക. ബാക്കി പിന്നെ കാണാം. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അതാ ജോസ് എന്തൊക്കെയോ തിന്നോണ്ടിരിക്കും. നോക്ക് ജോസ്, കണ്ടോ? ജോസ് എന്തോ സാധനമൊക്കെ തിരിച്ച് തിന്നോണ്ടിരിക്കും. എന്ത് ചെയ്യണം? ഇവിടുത്തെ പ്ലേസ് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കൂ, ഇതാ അഞ്ജന എന്തൊക്കെയോ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുന്നു. അഞ്ജനയ്ക്ക് ഒരു ഫോട്ടോ പോലും നല്ലത് കിട്ടിയിട്ടില്ല, അതിൻ്റെ വിഷമത്തിലാണ്. അഞ്ജന നോക്കൂ, കണ്ടോ? സോ ദിസ് ഈസ് ദ വ്യൂ. അടിപൊളി വ്യൂ ആണ് ഗൈസ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിലൊക്കെ കൂടുതൽ ഒരുപാട് നല്ല വെയിലും പിന്നെ കുറെ പട്ടികളും ഉണ്ട് ഗൈസ്. നിലവിൽ ഇതുവരെ കണ്ട എല്ലാ പട്ടികളും പാവങ്ങളാണ്. ഒരെണ്ണം മാത്രം ഇത്തിരി വിഷയമായിരുന്നു. നമ്മളതൊന്ന് പേടിപ്പിച്ചു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അടിപൊളി നൈസ്. ഫോൺ പോലെ ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളി പ്ലേസ്. ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ ബൈ ഗൈസ്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഞങ്ങളുടെ റൂമിലുള്ള കുറച്ച് പേർ റൂമിലാണ് ഗൈസ്. പാവം കുട്ടികൾ, അവർക്ക് എന്താണ് വരാൻ പറ്റിയില്ല. അവര് പീച്ചി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് റൂമിലിരുന്നു, പക്ഷേ പീച്ചി അല്ലായിരുന്നു. അങ്ങനെ അവർക്ക് നല്ലൊരു വ്യൂ ആണ് നഷ്ടപ്പെട്ടത്. അതിലും ഞാൻ ഖേദിക്കുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും ഈ വ്യൂ നഷ്ടപ്പെട്ടേനെ. സോ ഹാപ്പി ഗൈസ്, സോ ഹാപ്പി. അടിപൊളിയാണ് ഗൈസ്, ഇവിടെ അടിപൊളിയാണ്. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ വരണം, ഈ പ്ലേസ് വിസിറ്റ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി പ്ലേസ് ആണത്. ഓക്കെ ബൈ ഗൈസ്. ഞങ്ങള് ഇവിടെ നിന്ന് ഒരു മാങ്ങ വാങ്ങിച്ചു, 50 രൂപ. മാങ്ങയുടെ സൈഡൊക്കെ ചെറുത് ചീഞ്ഞിരിക്കുമായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിൽ ഇവരെന്തോ ഒരു പച്ചക്കളർ ചമ്മന്തി, ഉപ്പ്, മുളക് പൊടി, പിന്നെന്തോ മഞ്ഞപ്പൊടിയോ കളർപ്പൊടിയോ ഓറഞ്ച് കളർ എന്തോ സാധനങ്ങളൊക്കെ ഇട്ട് കാലൊക്കെ ഇട്ടിട്ട് തന്ന്. എൻ്റെ പൊന്നും മോനെ, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ശക്തം കൊണ്ടിരിക്കുന്ന അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ പറയാനുള്ള പറ ജോസ്? ഒന്നും പറയണ്ട. അഞ്ജനിക്കോ എന്താ മാങ്ങനെ പറ്റി പറയാനുള്ള? അടിപൊളി മാങ്ങ. മാങ്ങയുടെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ടേസ്റ്റിൽ ഇതിലിരുന്ന് തിന്നുപോയി ഗൈസ്. ഓക്കെ, അഞ്ജന ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാനത് ആഡ് ചെയ്യാട്ടോ. അടിപൊളി മാങ്ങ സെറ്റ്. അവരുടെ ചമ്മന്തിയാണ് ഹൈലൈറ്റ്, ഒന്നും പറയില്ല. നോ വേർഡ്സ്. അടിപൊളി. ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു.